അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ പ്രയാസങ്ങൾ അകന്നു പോവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ നന്മകൾ ലഭിക്കാനും അതുപോലെ നല്ല സുഗമമായ ജീവിതത്തിനും കാരണമാകുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ 10 കാരുണ്യം കിട്ടാൻ ഒരു ചെറിയൊരു അമൽ ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല 10 ദോഷങ്ങൾ പൊറുക്കും, 10 പദവിയിലേക്ക് ദറജകളിലേക്ക് അല്ലാഹു തആല അവനെ ഉയർത്തും. അതിന് വേണ്ടത് ഒരു സ്വലാത്ത് ചൊല്ലുക. ഒരു സ്വലാത്തിൻ്റെ മഹത്വമാണ് ഇപ്പോൾ അത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മൾ ഈ മഹത്വം കിട്ടാൻ സ്വലാത്തായി. പിന്നെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ വാലിഹി എന്ന് പറയൽ, അവിടുത്തെ അനുചരന്മാരുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. അപ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി വസല്ലിം. ഇങ്ങനെയുള്ള ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലിയാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, ഒരു സ്വലാത്തിൻ്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്തിൻ, അല്ലാഹു തആല 10 സ്വലാത്തുകൾ ചൊല്ലാണ്. സ്വലാത്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ 10 കാരുണ്യം കിട്ടുകയാണ്. 10 കാരുണ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ വലിയൊരു ഭാഗ്യമാണ് നമുക്കത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അതുമൂലം തട്ടിപ്പോകും. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മുടെ എല്ലാ വിഷയത്തിലും നമുക്ക് വേണ്ടത്. അതിന് കാരണമാകുന്നത് സ്വലാത്താണ്. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കൂലിയാണ്. എന്നാൽ സ്വലാത്തിന് 10 സ്വലാത്തിൻ്റെ കൂലി എന്നല്ല പറഞ്ഞത്, 10 കാരുണ്യം അള്ളാഹു ചൊരിഞ്ഞു തരാം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 10 ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ കൂലി കിട്ടും. ഏതൊരു നന്മക്ക് 10 പ്രതിഫലം കിട്ടുമല്ലോ. സ്വലാത്തിൻ്റെ പറഞ്ഞത് 10 കാരുണ്യം തന്നെ അള്ളാഹു തആല നൽകുകയാണ്. അതുപോലെ തന്നെ വഹത്ത അൻഹു ബിഹാ അശറ സയ്യാത്തിൻ, 10 ദോഷങ്ങൾ അള്ളാഹു തആല പൊറുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടും ഒക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ തെറ്റുകുറ്റങ്ങൾ മൂലം നമ്മൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് ശിക്ഷ ഉണ്ടാവില്ല ആ തെറ്റിൻ്റെ. അത് പൊറുപ്പിക്കാതെ തൗബ ചെയ്യേണ്ട വൻ കുറ്റങ്ങളാണെങ്കിൽ തൗബ ചെയ്യാതെ നമ്മൾ മരിച്ചാൽ നമുക്കതിനുള്ള ശിക്ഷ ലഭിക്കും, ഖബറിലും അതുപോലെ തുടർന്നുള്ള ജീവിതത്തിലൊക്കെ. അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഒരു വലിയ മാർഗമാണ് സ്വലാത്ത് എന്നുള്ളത്. വറഫഅഹു ബിഹാ അശറ ദറജാത്തിൻ, 10 പദവികളാണ് അല്ലാഹു തആല നൽകുന്നത് ഒരു സ്വലാത്തിന്. 10 പദവികൾ. 10 പദവി എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിൽ ഭയഭക്തി, മഹാന്മാരെ ഭയഭക്തിയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭയഭക്തി നമുക്ക് ലഭിക്കുന്നില്ല. അത് ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്യാൻ ഭാഗ്യം ലഭിക്കണമെങ്കിൽ, അതുപോലെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഉറക്കു തൂങ്ങാതെ നല്ല മട്ടത്തിൽ ഓതാൻ, ഇങ്ങനെ ആഖിറപരമായിട്ടുള്ള പടികയറ്റങ്ങൾ, ഈ ദുനിയാവിലെ പടികയറ്റങ്ങളും നമുക്ക് ലഭിക്കും. സാമ്പത്തികമായ നമ്മളെ പ്രയാസങ്ങൾക്ക് ഒരു അറുതി വരും. ഇങ്ങനെ തുടങ്ങിയിട്ട് ദുനിയാവിലും ആഖിറത്തിലുമുള്ള വലിയ പദവികൾ അല്ലാഹു തആല നൽകും ഒരു സ്വലാത്ത് കൊണ്ട്. ഈമാനുള്ളവർക്ക് ഒരു തൗഫീഖാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നമുക്ക് ഈമാൻ ഉണ്ടോ എന്ന് അന്വേഷിക്കാനും അത് നോക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. അവർക്കുള്ളൊരു അടയാളമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. കാരണം പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സത്യവിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ, നിങ്ങൾ സലാമും ചൊല്ലൂ. അപ്പോൾ സത്യവിശ്വാസികൾക്കുള്ള ഈമാനുള്ളവർക്കുള്ള ഒരു അടയാളമാണ് സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നോ അവിടുത്തെ ആലിൻ്റെ മേൽ വാലിഹി വസ്വഹ്ബിഹി എന്ന് കൂട്ടിയിട്ട് നമ്മൾ സ്വലാത്ത് ഒരു 100 വട്ടം ചൊല്ലുകയാണെങ്കിൽ അത് എത്ര വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ അതിന് സമയം കണ്ടെത്തണം. നമ്മൾ സ്വലാത്ത് എല്ലാം വേണ്ടിയിട്ട് മാലെടുക്കും. എപ്പോഴാണ് എടുക്കുക? നമ്മൾ കടന്നുറങ്ങാൻ നേരത്ത്. അങ്ങനെ ഒരു 10 ആയിട്ടുണ്ടാവില്ല, 10 ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നമ്മൾ അതിന് ചെല്ലാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തുകയും നമ്മൾ ഖിബിലക്ക് തിരിഞ്ഞ് നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് എന്തായാലും ഒരുക്കുമല്ലോ. ഏറ്റവും വലിയ ഉപദേശമാണല്ലോ മരണം. ആ മരണത്തിന് ശേഷം വലിയ ഉപകാരത്തിൽപ്പെടുന്ന ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത്. പരലോകത്ത് സ്വലാത്ത് ചൊല്ലിയവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൂടുതൽ സ്ഥാനമുണ്ട്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് പരലോകത്തെ ഖിയാമത്ത് നാളിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണ്. അപ്പോൾ അല്ലാഹു തആലയുടെ അടുക്കൽ അവിടെ ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ
നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ സ്വലാത്ത് അത് വലിയൊരു പവറായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തുകയും അത് കൃത്യമായി എണ്ണം പിടിച്ച് തന്നെ പരിശുദ്ധമായ പച്ച കുബ്ബ ഓർത്തുകൊണ്ട് അവിടുത്തെ സ്വപ്നം കണ്ടവരാണെങ്കിൽ അവിടുത്തെ മുഖം ഓർത്തുകൊണ്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി അത് വലിയൊരു പവറാണ്. ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. നമ്മുടെ ദുനിയാവും ആഖിറത്തിലും വലിയ വിജയം കിട്ടാൻ അത് കാരണമാകുമെന്ന് ഒരുപാട് ഹദീസുകളും പരിശുദ്ധ ഖുർആൻ ആയത്തുകളും അതിന് തെളിവാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചെല്ലാൻ സമയം കണ്ടെത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.